ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഏവർക്കും സുപരിചിതയായ അതേസമയം അത്രയും പരിചയമില്ലാത്ത ജോവാന ഓഫ് ആർക്ക് എന്നുള്ള ഒരു യുവ രക്തസാക്ഷിയാണ്. 17-ാം വയസ്സിൽ ദൈവത്തിൻ്റെ പ്രത്യേക ഒരു നിർദ്ദേശം ലഭിച്ചിട്ട് രാജ്യത്തിൻ്റെ സേവനത്തിനു വേണ്ടി അവൾ തന്നെ സമർപ്പിച്ചു. 1 വർഷക്കാലം യുദ്ധത്തിൻ്റെ മുന്നണിയിൽ നിന്നുകൊണ്ട് പോരാടി. പിന്നീട് 1 വർഷക്കാലം ശത്രുവിൻ്റെ തടവിലാക്കപ്പെട്ടു. ധീര രക്തസാക്ഷിയായിട്ട് മരിക്കുകയാണ്. ഈ സാഹസിക യുവകന്യകയുടെ രക്തസാക്ഷിത്വ ജീവിതത്തിലേക്ക്, ധീര ജീവിതത്തിലേക്ക് ആ വിശുദ്ധിയുടെ മാധ്യസ്ഥതയിലൂടെ തന്നെ നമുക്കിപ്പോൾ കടന്നു ചെല്ലാം. നമ്മുടെ ഇന്നത്തെ വിശുദ്ധ ജോവാന ഓഫ് ആർക്ക് ഫ്രാൻസിലാണ് ജനിച്ചത്. ഫ്രാൻസിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ 1412 ജനുവരി 6 ബർത്ത്ഡേ. ജനുവരി 6 നമുക്കറിയാം ധനഹാ തിരുനാളാണ്, പ്രകാശത്തിൻ്റെ തിരുനാളാണ്, ഒരു വലിയൊരു അഭിഷേകത്തിൻ്റെ ഒരു ദിവസമാണ്. ജോവാനിൻ്റെ അപ്പൻ ജ്വാക്ക്, അമ്മ ഇസബല്ല. അപ്പൻ്റെ പ്രത്യേകത, അപ്പൻ ആ നാട്ടിലെ ഒരു പ്രമാണിയാണ്. നാട്ടിൽ ആളുകൾക്ക് എന്തൊരു ആവശ്യം വന്നാലും അധികാരികളോട് സംസാരിക്കാനായിട്ട് ധൈര്യത്തോടെ മുന്നിട്ടിറങ്ങുക ഈ അപ്പനാണ്. ഈ അപ്പൻ്റെ കുറേ നല്ല ഗുണങ്ങൾ മകൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അമ്മയുടെ പ്രത്യേകത, അമ്മ ഭക്തയാണ്. നാട്ടിലെ ആളുകൾക്ക് എന്താവശ്യം വന്നാലും മുന്നിട്ടിറങ്ങും, പാവങ്ങളെ സഹായിക്കും, രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാം പ്രവർത്തിക്കണം, മറ്റുള്ളവരെ നമ്മൾ നോക്കണം എന്നൊക്കെ അമ്മ എപ്പോഴും അവരോട് ഉപദേശിക്കും. ഈ സദ്ഗുണങ്ങളെല്ലാം കിട്ടി നല്ല മകളായിട്ടാണ് അവൾ വളർന്നത്. 5 മക്കളാണ് അവർക്ക് ഉണ്ടായിരുന്നത്. അന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക്, ജോവാൻ ഒരു പെൺകുട്ടിയാണ്, പേര് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലായില്ലെങ്കിലും ജോവാൻ ഓഫ് ആർക്ക്, അവളുടെ ധീരത കേൾക്കുമ്പോൾ അവളൊരു പെൺകുട്ടിയാണ്. പെൺകുട്ടികൾക്ക് അന്നത്തെ കാലത്ത് അധികം വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പക്ഷേ അവൾക്ക് എന്താണ് കഴിവുള്ളത് ആ കഴിവ് ഏറ്റവും മാക്സിമം ആക്കാനായിട്ട് എപ്പോഴും പരിശ്രമിച്ചിരുന്നു. അടുക്കളപ്പണി നന്നായിട്ട് അറിയാം, നന്നായിട്ട് പാചകം ചെയ്യാനറിയാം. അതുപോലെ തന്നെ തുന്നൽ പണിയിൽ നല്ല പ്രാവീണ്യമുണ്ട്. മാത്രമല്ല ആർക്കെന്തെങ്കിലും ആവശ്യം വന്നാൽ ഇവൾ മുന്നിട്ടിറങ്ങും, മറ്റുള്ളവരെ സഹായിക്കും. അതുകൊണ്ട് നാടിൻ്റെയൊക്കെ ഒരു പൊന്നോമന പുത്രിയാണ്, അവരുടെയൊക്കെ ഒരു ആരാധികയാണ്, ഒരു ധീരകന്യകയാണ്, ധീര യുവതിയാണ്. ഇവളിങ്ങനെ വളർന്നു വരുന്ന ഈ സാഹചര്യത്തിൽ എന്താണ് ഈ രാജ്യത്തിൻ്റെ പശ്ചാത്തലം എന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ജോവാൻ്റെ ജന്മദേശമായ ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. 100 വർഷമായിട്ട് അവർ തമ്മിൽ യുദ്ധമാണ്. അതിനൊരു പരിഹാരമില്ല. ഇംഗ്ലണ്ട് ഫ്രാൻസിനെ കീഴടക്കി മിക്ക രാജ്യങ്ങളും ഇംഗ്ലണ്ടിൻ്റെ കീഴിലായി വരികയാണ്. അതുകൊണ്ട് തന്നെ ഫ്രാൻസിനൊരു ഭരണാധികാരി അവിടെ ഇല്ല. ഫ്രാൻസിൻ്റെ ഭരണാധികാരിയായിട്ട് നിൽക്കുന്ന അഡൾഫിന് ഭരണാധികാരി എന്ന് പറയാൻ തന്നെ പേടിയാണ്. അതുകൊണ്ട് അയാളും ഒളിവിലാണ് കൊട്ടാരത്തിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ കൊച്ച് ജോവാനും അറിയാം, കേട്ടിട്ടുണ്ട്. പക്ഷെ അവൾക്ക് എന്ത് ചെയ്യാനാ? അവളൊന്നുമില്ല, അവളൊരു സാധാരണ പെൺകുട്ടിയാണ്. അവൾ മറ്റു കുട്ടികളെ പോലെ തന്നെ ഡെയിലി പള്ളിയിൽ പോകും, പാരൻസിൻ്റെ ഒപ്പം പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും. ഈ പള്ളിയിലൊരു പ്രത്യേകത, ഫ്രാൻസിൻ്റെ മധ്യസ്ഥനായ വിശുദ്ധ മിഖായേലിൻ്റെ രൂപം പള്ളിയിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ധീര കന്യകകളായ വിശുദ്ധരായ വിശുദ്ധ മാർഗരറ്റിൻ്റെയും വിശുദ്ധ കാതറിൻ്റെയും എല്ലാം സ്റ്റാച്യൂസ് ആ പള്ളിയിലുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാ ദിവസവും പള്ളിയിൽ പോകുമ്പോൾ രാവിലെ കുർബാനയ്ക്ക് പോകുമ്പോൾ ആ രൂപത്തിൽ നോക്കിയിട്ട് പ്രാർത്ഥിക്കും, മധ്യസ്ഥത വഹിക്കാറുണ്ട്. അങ്ങനെ ഇവിടെ നല്ല മിടുക്കിയായിട്ട് ഭക്തിയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഒരു ദിവസം തൻ്റെ പറമ്പിൽ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ തൻ്റെ തോട്ടത്തിൽ വെച്ച് പെട്ടെന്ന് പറമ്പിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു വെളിച്ചം ഇങ്ങനെ വരണ പോലെ. എന്താണ്? അപ്പോൾ അവൾക്ക് തോന്നി ഇതൊരു ദിവ്യപ്രകാശമാണല്ലോ. എന്നിട്ട് നോക്കി, വെളിച്ചം വന്നിടത്തേക്ക്. അപ്പോൾ നോക്കിയപ്പോൾ അതിനകത്തേക്ക് 3 വ്യക്തികൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു. നോക്കിയപ്പോൾ അവൾ അത്ഭുതപ്പെട്ടു. അയ്യോ, ഇത് ഞാൻ എന്നും പള്ളിയിൽ പ്രാർത്ഥിക്കുന്ന ആ വിശുദ്ധരല്ലേ, വിശുദ്ധ മിഖായേൽ, വിശുദ്ധ മാർഗരറ്റ്, വിശുദ്ധ കാതറിൻ പറയാണ്. ഉടനെ ഒരു അശരീരിയും ആ രൂപത്തിൽ നിന്ന് വരികയാണ്. മകളെ ജോവാൻ, നീ മിടുക്കിയായ കുട്ടിയായിട്ട് വളരണം, നല്ല സ്വഭാവമുള്ളവളാകണം, എല്ലാ ദിവസവും പള്ളിയിൽ പോകണം, ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കണം. നിന്നെക്കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്, നീ ഫ്രാൻസിൻ്റെ വിമോചകയാകാനുള്ളതാണ്. ഇങ്ങനൊരു സ്വരം അവൾ കേൾക്കുകയാണ്. അപ്പോൾ അവൾ ഈ വിശേഷം കുറേ പേരോട് ഇങ്ങനെ പങ്കുവെച്ചു. തൻ്റെ വീട്ടിൽ വന്നിട്ട് പാരൻസിനോട് പറഞ്ഞു, ദേ അപ്പച്ചാ അമ്മച്ചി, എനിക്ക് ഇങ്ങനെ ഒരു ദർശനം കിട്ടിയിട്ട് നമ്മുടെ പറമ്പിൽ വെച്ച് ഞാൻ ആ സ്വരം കേട്ടപ്പോൾ
പ്രിയപ്പെട്ട അപ്പച്ച അമ്മച്ചി, നിങ്ങളെ കാണുമ്പോൾ എങ്ങനെയാണോ നിങ്ങൾ എന്നോട് വർത്തമാനം പറയുന്നത്, അതേ രൂപത്തിലും അതേ ഭാവത്തിലുമാണ്, അതേ ജീവനോടെയാണ് ഈ വിശുദ്ധരും എൻ്റെ മുമ്പിൽ നിന്ന് പറയുന്നതും അവരുടെ സ്വരം ഞാൻ കേൾക്കുന്നതും. ഞാൻ എന്താണ് ചെയ്യേണ്ടത് എൻ്റെ അപ്പച്ച അമ്മച്ചി എന്ന് പറഞ്ഞ് അവരോട് ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, മോളെ, നീ ഒരു ചെറിയ പെൺകുട്ടി, നീ ഇതൊന്നൊക്കെ ഒരു തോന്നലാകും, നീ അത് വിട്ട് കളഞ്ഞേക്കെന്ന് പറഞ്ഞ് അവളെ നിരുത്സാഹപ്പെടുത്തി. അവളും വിചാരിച്ചു, ശരിയാ, ഞാനൊരു ചെറിയ പെൺകുട്ടിയാണ്, ഞാൻ എന്താ ചെയ്യേണ്ടത്? അവൾ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ അവളോട് പറഞ്ഞു, നീ പേടിക്കണ്ട. വീണ്ടും ഇവളുടെ പ്രത്യേകത, ഇവൾ 14 വയസ്സായി, 14 വയസ്സേ ഇപ്പോൾ ആയിട്ടുള്ളൂ. എങ്കിലും അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ദൈവത്തിൻ്റെ ഓരോ സന്ദേശങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുക. അവളോട് ആ സന്ദേശത്തിൽ വീണ്ടും പറയുകയാണ്, ഓരോ ദിവസങ്ങളിലായിട്ട് പറയുകയാണ്, നീ പേടിക്കണ്ട, ഞാൻ കൂടെയുണ്ട്, ഞങ്ങൾ കൂടെയുണ്ട്, നീ പേടിക്കണ്ട, ദൈവത്തിൻ്റെ സഹായം നിൻ്റെ കൂടെയുണ്ട്, നീ മുന്നോട്ട് പൊക്കോ. അങ്ങനെ അവൾ മുന്നോട്ട് പോയി. ഒരു കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞപ്പോഴാണ് അവർക്കൊരു ഉത്തരം കിട്ടിയത്. അവളോട് വീണ്ടും സന്ദേശമായിട്ട് പറഞ്ഞു, നിൻ്റെ അങ്കിൾ റോബർട്ട് താമസിക്കുന്ന വീടിൻ്റെ അവിടേക്ക് പോവുക, അവിടെയാണ് ഫ്രഞ്ചിൻ്റെ ക്യാമ്പ്, പട്ടാള ക്യാമ്പ്. അപ്പം നീ അങ്കിളിൻ്റെ വീട്ടിൽ പോയി താമസിച്ചാൽ ആ ക്യാമ്പിൽ നടക്കുന്ന പരിശീലനങ്ങൾ നിനക്ക് കാണാം, അതിൻ്റെ എങ്ങനെയാണ് അവർ യുദ്ധം ചെയ്തത് എന്ന് നിനക്ക് കാണാം, അത് കണ്ട് നീ പഠിക്കുക. നീ ക്യാമ്പിലേക്ക് ചെല്ലുക, ഞാൻ പറഞ്ഞയച്ചു, ദൈവിക സന്ദേശം നിനക്കുണ്ടെന്ന് പറഞ്ഞിട്ട് നീ ക്യാമ്പിലേക്ക് ചെന്നോളാൻ പറഞ്ഞിട്ട് അവളെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ അവൾ അങ്കിളിൻ്റെ വീട്ടിൽ താമസിച്ച് ഫ്രഞ്ച് പട്ടാള ക്യാമ്പിലേക്ക് പോയിട്ട് പട്ടാളക്കാരോട് പറഞ്ഞ്, സൈനിക മേധാവിയോട് പറഞ്ഞ്, ഇന്ന സന്ദേശം കിട്ടിയിട്ടാണ് ഞാൻ വരുന്നതെന്ന്. ഇത്രയും പേര് ഫ്രാൻസിനെ നയിക്കാൻ നോക്കിയിട്ട് പറ്റണില്ല, എന്നിട്ട് നിനക്ക് പറ്റുമെന്ന് പറയണേ? ഇതൊക്കെ വെറുതെ ഒരു ബോധക്കേടാട്ടാ, നീ പിന്മാറാന്നല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ അവൾ പറഞ്ഞു, എന്നാൽ ഇപ്പോൾ ഞാനൊരു സന്ദേശം നിങ്ങളോടിപ്പോൾ പറയാം സൈന്യാധിപ, അടുത്ത ആഴ്ച ഒരു യുദ്ധം ഈ രാജ്യത്ത് നടക്കും, അന്ന് നമ്മുടെ രാജ്യം തോൽക്കും. ഇത് കേട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവൾ പറഞ്ഞതുപോലെ ആ സന്ദേശം പോലെ തന്നെ ഇവരുടെ രാജ്യം ചെയ്ത ഈ സൈന്യം ചെയ്ത യുദ്ധം തോറ്റു. അപ്പോൾ ഈ സൈന്യാധിപന് തോന്നി, ഇവളിൽ ഒരു ദൈവിക ശക്തിയുണ്ട്, ഇവൾ പറയുന്നത് ശരിയാണ്. അപ്പോൾ ഇവളോട് പറഞ്ഞു, എന്താണ് വേണ്ടത്, എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇവൾ പറഞ്ഞു, എനിക്ക് അടുത്ത സന്ദേശമുണ്ട്, എന്നോട് പറഞ്ഞിരിക്കുന്ന ദൈവിക സന്ദേശം ഇതാണ്, ഞാൻ തന്നെ മുൻനിരയിൽ നിന്നുകൊണ്ട് ഫ്രാൻസിൻ്റെ സൈന്യത്തെ നയിച്ചുകൊണ്ട് ഫ്രാൻസിൻ്റെ രാജാവിനെ അഡോൾഫിനെ വാഴിക്കാനാണ് ദൈവത്തിൻ്റെ സന്ദേശം. ദൈവം പറഞ്ഞിരിക്കുന്നത് ഓർലിയൻസ് പട്ടണത്തിലേക്ക് ചെന്ന് റീംസ് കത്തീഡ്രലിൽ വന്ന് രാജാവിനെ വാഴിക്കാൻ, അതുകൊണ്ട് നമുക്കത് ചെയ്യണം. അപ്പോൾ ഈ സൈന്യാധിപൻ പറഞ്ഞു, എന്തൊക്കെ നീ പറയണത്? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യം ഇംഗ്ലണ്ട് കീഴടക്കിയിരിക്കുന്ന ഫ്രാൻസിലെ രാജ്യങ്ങളെ അവരിൽ നിന്ന് നേടാം. ഒരു കാര്യം ചെയ്യുക, ജോവാനെ, നിന്നെ ഞാൻ സൈന്യാധിപയാക്കുന്നു, നമുക്കെന്നാൽ പുറപ്പെടാം, ഇത് ദൈവത്തിൻ്റെ അരുളപ്പാടാണെങ്കിൽ നമുക്ക് പോകാം. ഉടനെ ജോവാൻ പടച്ചട്ട മേടിച്ചു. അവളൊരു പെൺകുട്ടിയാണ് ജോവാൻ. പുരുഷ സൈനികർ ധരിക്കുന്ന പടച്ചട്ട അവൾ മേടിച്ചണിഞ്ഞു. ആ ഡ്രസ്സ് തന്നെ നല്ല രസം കാണാനായിട്ട്, അവളുടെ ആ ഡ്രസ്സും ആ ചിത്രം കണ്ടോ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമ്മൾ കാണുന്നത് പോലെ നല്ല ആണിൻ്റെ ഒരു പുരുഷ സൈനികരുടെ വേഷത്തിലായി അവൾ. പെൺകുട്ടിയായതുകൊണ്ട് മുടിയുണ്ട്, ഉടനെ അവളുടെ മുടി മുറിച്ചു ആണിൻ്റെ രൂപത്തിലാക്കി. അപ്പോൾ കണ്ടാൽ ഒരാൺ ഒരു പുരുഷ സൈനികൻ ആണെന്നേ തോന്നുള്ളൂ. അവൾ വാളേന്തി അവർ അടുത്ത നീക്കത്തിന് മുന്നേറുകയാണ്, പടയാളികളെ മുന്നേറുകയാണ്. ഈ സൈന്യാധിപ ജോവാൻ്റെ പ്രത്യേകത, അവൾ വാളുകൊണ്ട് യുദ്ധം ചെയ്യുക എന്നതിനേക്കാൾ അവൾ മുന്നിൽ കയ്യിൽ പിടിച്ചിരിക്കുന്നത് ഒരു വെള്ളക്കൊടിയാണ്. ആ കൊടിയിൽ ഈശോ എന്ന നാമവും മറിയം എന്ന നാമവും ഒപ്പം തന്നെ സകല ദൂതരുടെയും ചിത്രവും ആലേഖനം ചെയ്തിട്ടുണ്ട്. ഈ കൊടിയുടെ ഒരു ഒറ്റ ശക്തിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇവർ മുന്നോട്ട് പോകുന്നു. ധീരതയോടെ നമ്മുടെ ജോവാൻ പറയുകയാണ്, ഫ്രാൻസുകാരെ തോൽപ്പിച്ച ഇംഗ്ലണ്ടുകാരെ ഞങ്ങളുടെ കയ്യിൽ നിന്നും. ജോവാൻ ധീരതയോടെ ഇംഗ്ലണ്ടുകാരോട് പറയുകയാണ്, ഇംഗ്ലണ്ടുകാരെ, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ താക്കോൽ ഞങ്ങൾക്ക് തരിക, ഞങ്ങളുടെ രാജ്യം ഞങ്ങൾക്ക് വേണം, നിങ്ങൾ കീഴടക്കിയ ഞങ്ങളുടെ രാജ്യത്തെ ഞങ്ങൾ ഇപ്പോൾ നേടുന്നു, വേഗം തരിക എന്ന് പറഞ്ഞ് അവരോട് യുദ്ധം ചെയ്യുകയാണ്. ദൈവം നയിക്കുന്ന യുദ്ധമായതുകൊണ്ട് ഇംഗ്ലണ്ടുകാർ പരാജയപ്പെടുന്നു, താക്കോല് കൊടുക്കുന്നു. അവർ കീഴടക്കിയ രാജ്യങ്ങളൊക്കെ വീണ്ടും ഇവർക്ക് തന്നെ കൊടുക്കുകയാണ്. അങ്ങനെ ഫ്രാൻസ് കൂടുതൽ രാജ്യങ്ങൾ നേടി മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ മറ്റ് സൈനികർക്ക് മനസ്സിലായി, ഇവളിൽ ഒരു ദൈവിക ശക്തിയുണ്ട്. ഇനി അടുത്ത ദൗത്യം നിറവേറ്റുവാനായിട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. അടുത്ത ദൗത്യം എന്താണ്? റീംസ് നഗരത്തിലേക്ക് ചെല്ലണം. റീംസ് കത്തീഡ്രലിലേക്ക് ചെന്നിട്ട് രാജാവിനെ വാഴിക്കണം. അപ്പോൾ ആദ്യം രാജാവിനെ കാണണം. രാജാവ് എവിടെയാ? രാജാവ് കൊട്ടാരത്തിൽ ഒളിച്ച് പേടിച്ചിരിക്കുകയാണെന്ന് നമ്മൾ ആദ്യം കേട്ടതാണ്. കാരണം
അന്ന് അത്ര അധികാരമില്ലാത്തത് കൊണ്ടും ഇംഗ്ലണ്ട് ഫ്രാൻസിനെ ഇങ്ങനെ കീഴടക്കിയത് കൊണ്ടും പേടിച്ച് ഇരിക്കുകയാണ്. രാജാവും ഇങ്ങനെ ഒരു പുതിയ ജോവാൻ എന്നൊരു സൈന്യാധിപ മുന്നിട്ടിറങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം രാജാവിൻ്റെ ചെവിയിലും എത്തി. അപ്പോൾ ഈ സൈന്യാധിപരും ജോവാനും ഈ സൈനികരും കൊട്ടാരത്തിലേക്ക് വരുന്നുണ്ടെന്ന് കേട്ടിട്ട് രാജാവ് എന്ത് ചെയ്തു? വേഷം മാറി രാജാവല്ലാത്ത പോലെ അഭിനയിച്ച് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവർ കൊട്ടാരത്തിലേക്ക് പെട്ടെന്ന് ജോവാൻ്റെ നേതൃത്വത്തിൽ കയറി ചെന്നു. അപ്പോൾ രാജാവിനെ കാണാനില്ല. അപ്പോൾ രാജാവ് മാറി നിന്നിട്ട് ഇങ്ങനെ അഭിനയിക്കുകയാണ്. അപ്പോൾ ഉടനെ ഈ രാജാവിനെ നോക്കിയിട്ട് ജോവാൻ പറയുകയാണ്, അങ്ങ് വേഷം മാറി നിൽക്കാണല്ലോ, അങ്ങാണ് രാജാവാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങയെ ഞാൻ പണ്ട് ദർശനത്തിൽ കണ്ടതാണ്. അങ്ങയെ രാജാവായിട്ട് വാഴിക്കണമെന്ന് എന്നോട് സ്വർഗത്തിൽ നിന്നുള്ള ഒരു അരുളപ്പാടുണ്ട്. അതുകൊണ്ട് അങ്ങ് മാറി നിന്നാലും അങ്ങ് തന്നെയാണ് രാജാവ് അഡോൾഫ് എന്ന് അങ്ങനെ പറഞ്ഞു. അപ്പോൾ രാജാവിന് അത്ഭുതമായി. എന്നിട്ട് വീണ്ടും ഒരു രഹസ്യം കൂടി രാജാവിനോട് ഇവൾ സന്ദേശമായിട്ട് പറയുകയാണ്. രാജാവേ, മറ്റാർക്കും അറിയാത്ത ഒരു സന്ദേശം, ഒരു രഹസ്യം അങ്ങയെക്കുറിച്ചുള്ളത് ഞാൻ പറയട്ടെ. അങ്ങയ്ക്ക് മാത്രം അറിയുന്നത് ഞാൻ പറയട്ടെ. എന്തുകൊണ്ടാണ് അങ്ങയ്ക്ക് ഇത്ര പേടിയെന്ന് എനിക്കറിയാം. അങ്ങയുടെ അമ്മ അങ്ങയെ ജാരസന്തതി എന്നുള്ളൊരു പേര് മുദ്ര കുത്തിയിട്ട് മാറ്റി നിർത്തിയേക്കുകയാണ്. അപ്പോൾ ഈ ഒരു പേരുള്ളത് കൊണ്ട് അങ്ങ് രാജാവായിട്ട് അംഗീകരിക്കപ്പെടില്ല എന്നുള്ളൊരു പേടിയുള്ളത് കൊണ്ടല്ലേ മുന്നോട്ട് വരാത്തത്? അപ്പോൾ രാജാവിന് അത്ഭുതമായി. ശരിയാണല്ലോ, ആർക്കും അറിയാത്ത ഈ ഒരു രഹസ്യം കാരണമാണ് എനിക്ക് മുന്നിട്ടിറങ്ങാൻ പറ്റാത്തതും ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നതും. തുടർന്ന് ജോവാൻ പറഞ്ഞു, പേടിക്കണ്ട, അങ്ങയെയാണ് രാജാവാക്കാനായിട്ട് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങ് രാജാവായി വാഴും. ഒരു കാര്യം ചെയ്യണം, നമ്മളിപ്പോൾ ഈ കൊട്ടാരത്തിലാണല്ലോ, ഇവിടെ അല്ല രാജാവായിട്ട് വാഴിക്കൽ നടക്കേണ്ടത്. കിരീടധാരണം ഇവിടെയല്ല, റീം കത്തീഡ്രൽ അവിടെ പോയിട്ട് വേണം നമുക്ക് കിരീടധാരണം നടത്താൻ. അതുകൊണ്ട് നമുക്ക് രാജ്യങ്ങൾ കീഴടക്കി റീം കത്തീഡ്രലിലേക്ക് പോകാം. ഉടനെ ജോവാൻ്റെ നേതൃത്വത്തിൽ, സൈനികരുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഇവർ യുദ്ധം കീഴടക്കി വേണം പോകാൻ. ഈ റീംസ് ഒന്നും ഇപ്പോൾ ഇവരുടെ കീഴിലല്ല ഇരിക്കുന്നത്. അതുകൊണ്ട് അവർ മുന്നോട്ട് പോയി. ഈ വാർത്തകളെല്ലാം എല്ലാവരും കേൾക്കുന്നുണ്ട്. അപ്പം നമുക്കറിയാം, അന്നത്തെ കാലഘട്ടത്തിൽ ഈ രാജ്യം ഭരിക്കാനായിട്ട് കർദിനാളന്മാരും സഭയും എല്ലാം മുന്നോട്ടുണ്ട്. അപ്പോൾ ഇവരും ഈ കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട്. ഈ കാര്യം അറിഞ്ഞിട്ട് രാജാവ് എല്ലാവരോടും, മറ്റ് കർദിനാളന്മാരോടും പുരോഹിതരോടൊക്കെ ചോദിക്കുന്നുണ്ട്, ജോവാൻ എന്ന് പറയുന്ന ഒരു സൈന്യാധിപ ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഇവൾക്ക് തോന്നുന്നതും ഈ കാര്യങ്ങളെല്ലാം ശരി തന്നെയല്ലേ? ഇത് ദൈവത്തിൽ നിന്ന് തന്നെയല്ലേ വരുന്നത്? അപ്പോൾ വേദപണ്ഡിതന്മാരൊക്കെ പറഞ്ഞു, ശരിയാണ്. ഇതെല്ലാം പഠിച്ചിട്ട് പറഞ്ഞു, ശരിയാണ്, ഇവൾ ദൈവത്തിൻ്റെ പരിശുദ്ധാരൂപയുടെ ഒരു പ്രചോദനം കൊണ്ട് തന്നെയാണ് വരുന്നത്. നമുക്ക് ധൈര്യത്തിൽ മുന്നോട്ട് പോകാം. അങ്ങനെ അവർ എല്ലാവരുടെയും ഒരു സമ്മതത്തോടു കൂടെ തന്നെ മുന്നോട്ട് പോയി ഫ്രാൻസിലെ രാജാവായ അഡോൾഫിനെ വാഴിക്കാനുള്ള ചടങ്ങിൻ്റെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. കീഴടക്കി കത്തീഡ്രൽ ദേവാലയത്തിലേക്ക് എത്തി. ഉടനെ ജോവാൻ പറഞ്ഞു, ഇതാ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇനി രാജാവിനെ വാഴിക്കാനുള്ള ചടങ്ങിന് നേതൃത്വം വഹിക്കാൻ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിന് നേതൃത്വം വഹിക്കുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം ചടങ്ങ് ആരംഭിക്കുകയാണ്. രാവിലെ 9 മണി മുതൽ ആരംഭിച്ച ചടങ്ങ് തീരുക 2 മണിക്കാണ്. അത്രയും നേരം ദീർഘ ചടങ്ങാണ്. നമ്മൾ ഈ പണ്ട് പഴയ നിയമത്തിലൊക്കെ രാജാവിനെ വാഴിക്കുന്ന ചടങ്ങൊക്കെ പോലെയാണ്. അഭിഷേക തൈലം രാജാവിൻ്റെ തലയിൽ പൂശണം. അപ്പോൾ കാലാകാലങ്ങളായിട്ട് ഇവർ സൂക്ഷിക്കുന്ന അഭിഷേക തൈലം രാജാവിൻ്റെ തലയിൽ പൂശണം. അങ്ങനെ അഭിഷേകം ചെയ്യുമ്പോൾ രാജാവിന് വലിയൊരു സ്വർഗത്തിൻ്റെ കൃപ കിട്ടുകയാണ്. വരദാനങ്ങളൊക്കെ ലഭിക്കുകയാണ്. അങ്ങനെ നീണ്ട ചടങ്ങ് നടക്കുന്നു. ഇതിൻ്റെ ഇടയിൽ മുന്നിൽ ഫ്രാൻസിൻ്റെ കൊടി പിടിച്ചുകൊണ്ട് രാജാവിൻ്റെ വലത്തുഭാഗത്ത് നമ്മുടെ ജോവാൻ നിൽക്കുകയാണ്. അങ്ങനെ ആ ദൗത്യം ജോവാൻ പൂർത്തിയാക്കി. എല്ലാവർക്കും സന്തോഷമായി. എല്ലാവരും ഇവളെ വാനോളം ഉയർത്തി. എത്ര ധീരകന്യക! രാജ്യം മുഴുവൻ ഇവളുടെ ആ വലിയ ധീരതയിൽ അഭിമാനിച്ചു, ഇവളെ പ്രചോദിപ്പിച്ചു, ഇവളെ പ്രോത്സാഹിപ്പിച്ചു. ഇവളുടെ ഈ വലിയ കഴിവിൽ, ഇവളുടെ ഈ നേതൃത്വ പാടവത്തിൽ രാജ്യം മുഴുവൻ ഇവളെ അഭിനന്ദിച്ചു. പക്ഷേ തൻ്റെ ദൗത്യം പൂർത്തിയാക്കിയെങ്കിലും അവൾക്ക് അങ്ങനെ വലിയ അഹങ്കാരമൊന്നും തോന്നിയില്ല. അവൾ പറഞ്ഞു, ഞാൻ ചെയ്തു, ദൈവം എന്നോട് ചെയ്യാൻ പറഞ്ഞത് കൊണ്ടാണ്, ദൈവം പറഞ്ഞത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, ഇത് ചെയ്യ് ഇങ്ങനെ പോകുകയെന്ന് ഓരോ നിമിഷവും അവിടുന്ന് എനിക്ക് കൽപ്പന കിട്ടുന്നു. ആ കൽപ്പനയ്ക്കനുസരിച്ച് ഞാൻ ചെയ്തു, അത് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. പ്രത്യേകിച്ച് എൻ്റെ യോഗ്യതയൊന്നും അല്ല. അതാണ് അവളുടെ പ്രത്യേകത. എന്തൊക്കെ ദൈവം പറഞ്ഞ് ചെയ്താലും ഇത് ദൗത്യം കാരണമാണ് ചെയ്യുന്നത്. ഇത് തൻ്റെ മിടുക്ക് കാണിക്കാനുള്ള ഒരു രംഗമല്ല എന്ന് അവൾ അറിഞ്ഞിട്ട്, ഇത് നമുക്കൊരു നല്ല മോഡലാണ്. ദൈവം നമ്മളോട് പറഞ്ഞത് എന്ത് റിസ്ക് എടുത്തും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എളിമയോടുകൂടെ നിൽക്കുക എന്നുള്ളത്. വീണ്ടും
ദൈവം അവൾക്ക് അടുത്ത പ്രചോദനം നൽകുകയാണ്. ജോവാൻ, ഈ ദൗത്യം കഴിഞ്ഞു, ഇനി നീ ഉടനെ പാരീസിലേക്ക് പോവുക. അവിടെ നിനക്ക് ജീവൻ ഫ്രാൻസിന് വേണ്ടിയും എനിക്ക് വേണ്ടിയും സമർപ്പിക്കാനുണ്ട്. അവളിത് കേട്ടു. അപ്പോൾ അവൾ അടുത്ത ദൗത്യത്തിന് പോവുകയാണ്. അപ്പോൾ പാരീസിലേക്കുള്ള യുദ്ധം, ഈ സൈനികരുടെ കൂടെ തന്നെയാണ് ഇവർ പോകുന്നത്. ഇവർ യുദ്ധം ചെയ്ത് കീഴടക്കി മുന്നോട്ട് പോവുകയാണ്. പാരീസിനെ നേരിടാൻ വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ഇവൾക്ക് മുറിവേൽക്കുന്നുണ്ട്. മുറിവേറ്റാലൊന്നും ഇവർ വലിയ ഗൗരവമായിട്ട് അതിനൊന്നും പരിഗണിക്കുന്നില്ല. അത് പെട്ടെന്ന് സുഖമാകുന്നു, അടുത്ത യുദ്ധം ചെയ്യുന്നു, മുന്നോട്ട് പോകുന്നു. ഇതിൻ്റെ ഇടയിൽ അവളുടെ പ്രത്യേകത, ഈ യുദ്ധത്തിൻ്റെ ഇടയിലും എപ്പൊക്കെ സമയം കിട്ടിയാലും ആ ഏരിയയിലുള്ള കുട്ടികളെ എല്ലാം വിളിച്ച് വരുത്തി പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും. പാരീസിനെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള യുദ്ധം ചെയ്തതിന് ശേഷം പിന്നീട് യുദ്ധം ചെയ്യുന്നത് ഇംഗ്ലണ്ടിനോടൊപ്പം ഇവരുടെ ശത്രുവായിട്ട് മുന്നോട്ട് പോയിരുന്ന ബർഗേണ്ടിയൻ എന്ന് പറഞ്ഞുള്ള ഒരു ഗ്രൂപ്പാണ്. ബർഗേണ്ടിയൻസ് എന്ന് പറയും. ആ ഗ്രൂപ്പും ഇവരുടെ ശത്രുവായ ഇംഗ്ലണ്ടും അവർ രണ്ടും സെറ്റാണ്, ഫ്രാൻസിനെതിരാണ്. അപ്പോൾ ഈ ബർഗേണ്ടിയൻസ് അവർ ശക്തരാണ്. ബർഗേണ്ടിയൻസിനെ കീഴടക്കാൻ വേണ്ടിയിട്ട് ശക്തമായിട്ട് ധീരമായിട്ട് പോരാടി മുന്നോട്ട് പോവുകയാണ്. പെട്ടെന്ന് ചതിയിൽ ആ ഗ്രൂപ്പുകാർ അവരുടെ സൈന്യം ഇവളെ കുതിരപ്പുറത്തുനിന്ന് വലിച്ച് താഴെയിട്ട് ചതിവിൽ ഇവളെ തടവിലാക്കി. ഇവളെ തടവിലായ വിവരം ഇംഗ്ലണ്ടുകാരറിഞ്ഞു. അപ്പോൾ അവർക്ക് സന്തോഷമായി. തങ്ങളെ എപ്പോഴും തോൽപ്പിക്കുന്ന ഈ ജോവാനെ എന്നാൽ ഞങ്ങൾ വിലയ്ക്ക് വാങ്ങാൻ പോവുകയെന്ന് പറഞ്ഞിട്ട് ഇവരുടെ കയ്യിൽ നിന്ന്, ഈ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് 23,000 പൗണ്ട് കൊടുത്ത് ഇവളെ തങ്ങളുടെ തടവിലേക്ക് ഇംഗ്ലീഷുകാർ വാങ്ങുകയാണ്. അപ്പോൾ ഇവൾക്ക് നല്ല മിടുക്കുള്ളത് കൊണ്ട് ഇംഗ്ലീഷുകാർക്കറിയാം ഇവളെ നല്ല ഇരുമ്പ് കൂട്ടിൽ ഇട്ടാലേ ഇവിടെ നിൽക്കുള്ളൂ, അല്ലെങ്കിൽ അവൾ ചാടി ചിലപ്പോൾ നമ്മളിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം. അതുകൊണ്ട് നമ്മൾ ഈ മൃഗങ്ങളെയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇരുമ്പിൻ്റെ കൂടിടുക എന്ന് പറഞ്ഞ പോലെ അങ്ങനത്തെ കൂട്ടിലിട്ടിട്ടാണ് ഇവളെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുക. എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് തടവിലാണ് ആക്കുക. അപ്പോൾ ഒരു റൂമിലിട്ടാൽ ആ റൂമിലെ കട്ടിലിൽ ചങ്ങലയിട്ട് ഇവളെ ബന്ധിച്ച് അങ്ങനെ കിടത്തും. ഭക്ഷണം കൊടുക്കില്ല, അങ്ങനെ പീഡിപ്പിക്കും. അങ്ങനെ പല തടവുകൾ മാറി ഇവളെ 1 കൊല്ലത്തോളം ഇവളെ അങ്ങനെ പീഡിപ്പിച്ച് തടവിലാക്കി നടന്നു. അപ്പോഴൊക്കെ ഈ ഇംഗ്ലീഷുകാർ പറയുന്നത് ഇവളൊരു ദുർമന്ത്രവാദിനിയാണ്, ഇവള് സഭയ്ക്കെതിരാണ്, ഇവള് പാഷൻ്റെയാണ്, ഇവളുടെ ഈ ശക്തിയും ഇവൾ ഈ പറയുന്നതൊന്നും യഥാർത്ഥത്തിലുള്ളതല്ല, ഇവളൊരു കള്ളിപ്പെണ്ണ, ഇവള് ശരിയല്ല, അങ്ങനെ പറഞ്ഞിട്ടാണ് ഇംഗ്ലീഷുകാർ ഇവളെ പീഡിപ്പിക്കുന്നത്, അവരുടെ നേതാക്കന്മാർ. കാരണം ഇംഗ്ലീഷുകാരെ തോൽപ്പിച്ചത് കൊണ്ടാണ് ജോവാനോട് അവർക്ക് അരിശെന്ന് പറഞ്ഞാൽ അതൊരു മോശക്കേടല്ല. അപ്പോൾ അത് പറയാതെ വേറെ തെറ്റ് ഈ ജോവാൻ്റെ പേരിൽ ആരോപിച്ചിട്ടാണ് ഇവളെ ഇങ്ങനെ ഓരോ തടവിൽ ഇങ്ങനെ ആക്കി കൊണ്ട് നടക്കുന്നത്. നമുക്ക് സഹിക്കില്ല കേട്ടോ. വയസ്സ് എത്രയാ? 17, 18, 19 അത്രയും വയസ്സുള്ള പെൺകുട്ടിയാണെന്ന് ഓർക്കണം. പെൺകുട്ടി ധീരയായിട്ട് അവൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇവളെ വിചാരണ ചെയ്യണം. അങ്ങനെയാണ് കോടതിയിൽ വിചാരണ ചെയ്തിട്ട് ഇവൾ ശരിയാണോ തെറ്റാണോ എന്ന് അറിയും വരെ അങ്ങനെ വിചാരണ നടത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ പറയുന്നത് വിചാരണ ചെയ്യാൻ വേണ്ടിയിട്ട് 10-90 വിദഗ്ധരാണ് ഇവൾക്കെതിരായിട്ട് വാദിക്കാൻ. മെത്രാന്മാരുണ്ട്, കർദിനാന്മാരുണ്ട്, അവരൊക്കെ അന്ന് രാജ്യത്തെയും കൂടി നയിച്ചിരുന്നവരാണ്. വേദ പണ്ഡിതന്മാരുണ്ട്, ശാസ്ത്രജ്ഞന്മാരുണ്ട്. ഏതൊക്കെ വിധത്തിലാണ് ഒരു രാജ്യത്ത് മുൻനിരയിലുള്ളത് അവരെല്ലാം ഇവൾക്കെതിരെ വാദിക്കാൻ വേണ്ടിയിട്ട് അവിടെ വിചാരണ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയുണ്ട്. ഞാൻ ചെയ്യുന്നത് ദൈവം പറഞ്ഞിട്ടാണ്, എൻ്റെ സ്വന്തം ഇഷ്ടത്താൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാനല്ല എന്നെ നയിക്കുന്നത്. അപ്പോൾ എപ്പോഴും അവൾ അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അവൾ പറയുകയാണ്, നിങ്ങൾ 90 പേരെ എനിക്ക് എതിരെ നിന്നിട്ട് വാദിക്കുന്നു, എന്നെ സഹായിക്കാൻ ഒറ്റ മനുഷ്യരും ഇവിടെ ഇല്ല, വേണ്ട, സ്വർഗം എന്നെ സഹായിക്കും, ആരും വേണ്ട, ഞാൻ ധൈര്യവതിയാണ്, ഞാൻ സന്തോഷവതിയാണ്, നിങ്ങൾ എന്നോട് എന്ത് ചോദിച്ചാലും കുഴപ്പമില്ല, തോൽപ്പിച്ചാലും കുഴപ്പമില്ല, ഞാൻ റെഡിയാണ് എന്തും സ്വീകരിക്കാൻ എന്ന് പറഞ്ഞ് തൻ്റെ അടുത്തോടുകൂടി അവൾ നിൽക്കുകയാണ്. ഇവളോട് അവർ തോൽപ്പിക്കാൻ വേണ്ടി ചോദിച്ച ചോദ്യങ്ങളും ഇവൾ അതിന് കൊടുത്ത മറുപടികളുമൊക്കെ ആയിട്ട് കുറേ ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. ഈ ബുക്കുകളും ഈ സന്ദേശങ്ങളും എല്ലാം ഫ്രഞ്ച് സിലബസിൽ പഠിക്കാനായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുക. സിലബസിൽ കുട്ടികൾ ഇത് പഠിക്കുന്നുണ്ട്, അവിടുത്തെ യൂണിവേഴ്സിറ്റി അത് പഠിക്കുന്നുണ്ടെന്നാണ് പറയുക. അത്രയും വിലപ്പെട്ട സന്ദേശങ്ങളാണ് അവളിൽ നിന്ന് വന്നത്. ഇവൾ നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞാലും ഇവർ ഒപ്പോസ് ചെയ്യുന്നവർ റിപ്പോർട്ടെല്ലാം എഴുതിയിട്ട് ഇവൾ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള മീനിങ് അതിന് കൊടുത്തിട്ട് ഇവളെ കുറ്റം ചാരുകയാണ് ഇവളെ വിചാരണ ചെയ്തവർ ചെയ്തത്. അതുകൊണ്ട് എന്നിട്ട് അവർ നെഗറ്റീവായിട്ടുള്ള കുറേ റിപ്പോർട്ട് ഇവൾക്ക് അങ്ങോട്ട് എഴുതി. ഇവൾ ഈ പറയണതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് തെളിയിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങനെ ഇവൾ ദുർമന്ത്രവാദിനി, അതാണ് മെയിൻ പോയിന്റ്, ഇവൾ മന്ത്രവാദിനിയാണ്,
ഇവൾ പാഷൻ്റെയാണ്, ഇവൾ സഭയ്ക്കെതിരാണ്, ഇവൾ ശരിയല്ല, ഇതൊന്നും നന്മയല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇവൾ പറയണ്ട, അശോ ഞാൻ എൻ്റെ കഴിവിനാലല്ലാന്നേ, ഇത് സ്വർഗത്തിൽ നിന്നാന്നേ, ഞാൻ നേരിട്ട് കേട്ടതാന്നേ, നിങ്ങൾ എന്നോട് വർത്തമാനം പറയുന്നത് പോലെ ദൈവം എന്നോട് പറഞ്ഞതാന്നേ, ഒന്നും എൻ്റെ സ്വന്തം ഇഷ്ടമല്ല, എൻ്റെ കഴിവുമല്ല, അതുകൊണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് വിരോധമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവളിങ്ങനെ ശക്തിയാണെന്ന് കണ്ടപ്പോൾ ഇംഗ്ലീഷുകാർക്ക് മനസ്സിലായി, ഇവളെ ഉടനെ കൊന്നില്ലെങ്കിൽ ശരിയാകില്ല, ഇവൾ നമ്മളെ തോൽപ്പിക്കും, ഇവള് ശരിയാണെന്ന് ചിലപ്പോൾ ചിലരൊക്കെ പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് വിചാരണ പൂർത്തിയാക്കാതെ ഇവളെ കൊല്ലാനുള്ള നടപടികൾ എടുക്കുകയാണ്. റുവാനിലേക്ക് ഇവളെ കൊണ്ടുപോയിട്ട് അതൊരു ചന്തസ്ഥലത്താണ്, ഒരു ഓപ്പൺ ആയിട്ടുള്ള, നമുക്കറിയാം വളരെ കുറച്ച് ജീവിതം ഇവൾ നയിച്ചുള്ളൂ. ഒറ്റ കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഇതെല്ലാം സംഭവിക്കുകയാണ്. പീഡനങ്ങളുടെ കാലഘട്ടം നീണ്ടു, ഇവൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും നീണ്ടു, പക്ഷേ കൊല്ലം വളരെ കുറവാണ്. അപ്പോൾ ഇവളെ പീഡിപ്പിക്കാനായിട്ട് കൊണ്ടുപോകുന്നത് ഒരു ചന്തസ്ഥലത്താണ്. ആ ചന്തസ്ഥലത്ത് ഓപ്പണായിട്ട് വലിയ വിറക് ഇങ്ങനെ കെട്ടി കത്തിച്ച് കൊല്ലാനാണ് ഇവർ തീരുമാനിക്കുന്നത്. അപ്പോൾ വലിയ വൈക്കോലിൻ്റെ വലിയ കെട്ട്, വിറക് എല്ലാം കൂടി ഇങ്ങനെ അടുക്കി വെച്ചിട്ട് അവളോട് പറഞ്ഞു, തടവിന്ന് അവളെ പുറത്താക്കിയിട്ട് പറഞ്ഞു, ജവാൻ അതാണ് നിനക്കുള്ള സ്ഥലം എന്ന് പറഞ്ഞു. അപ്പോൾ ജവാന് മനസ്സിലായി എന്നെ ഇവർ കത്തിക്കാൻ പോവുകയാണ്. ഭയങ്കര വിഷമം, പെട്ടെന്ന് പേടി ഉള്ളിൽ തോന്നിയെങ്കിലും സന്തോഷത്തിൽ അവൾ ചിരിച്ചു. ഇല്ല ദൈവമേ, ഞാൻ എൻ്റെ ജീവിതം നിനക്ക് വേണ്ടി തരും. ദൈവമേ, അന്ന് നീ എന്നെ 14 വയസ്സിലും 17 വയസ്സിലൊക്കെ എന്നെ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു വിവാഹ ജീവിതത്തിലേക്കോ ഭാവിയിലേക്കോ പ്രവേശിക്കും മുമ്പ് നീ എന്നിൽ നിന്ന് എന്തുദ്ദേശിക്കുന്നു അതെല്ലാം പൂർത്തിയാക്കിയിട്ട് ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അതുകൊണ്ട് എൻ്റെ ദൈവമേ, എനിക്ക് പേടിയില്ല, നീ എന്നെ എന്തിനു വിളിക്കുന്നോ ഞാൻ റെഡിയാണ്, ഞാൻ വരാം എന്ന് പറഞ്ഞ് അവൾ ധൈര്യം സമ്പാദിക്കുകയാണ്. അപ്പോൾ ഇവൾക്കറിയാം ഇവളെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഒപ്പോസ് ചെയ്യുന്നവർ ഇവിടെ നിന്നിട്ട് വാദിക്കുകയാണ്, വിചാരണ ചെയ്യുന്നവർ. അപ്പോൾ ഈ ജോവാൻ്റെ പ്രത്യേകത, യുദ്ധത്തിന് പോയാലും തടവിലായിരുന്നാലും എപ്പോഴും കുർബാന കാണണം, അത് അവളുടെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ അവൾ അവിടുത്തെയുള്ള പുരോഹിതരോടും മെത്രാന്മാരോടൊക്കെ പറയും, എനിക്ക് ദിവ്യബലി കാണാനും വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനുള്ള അവസരം എനിക്ക് ഉണ്ടാക്കി തരണം, അതില്ലാതെ എനിക്ക് പറ്റില്ല, അതാണ് എൻ്റെ ശക്തി, യുദ്ധത്തിനും നാടിനും വേണ്ടി ജീവൻ അർപ്പിക്കാനായിട്ട്. എന്നിട്ട് അവൾ പറഞ്ഞു, എനിക്ക് ആരോടും വിഷമമില്ല, അതുകൊണ്ട് ഞാൻ മരിക്കുന്നെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് കുമ്പസാരിക്കണം, കുർബാന സ്വീകരിക്കണം. അങ്ങനെ അവൾ എനിക്ക് ആരോടും വിരോധമില്ല എന്ന് പറഞ്ഞ് അവൾ കുമ്പസാരിക്കുകയാണ്, കുർബാന സ്വീകരിക്കുകയാണ്. അപ്പോൾ തന്നെ അന്ന് കൊല്ലും. അന്ന് 1431 മെയ് 30 അപ്പോൾ അവൾക്കറിയാം തന്നെ അന്ന് കൊല്ലും. അപ്പോൾ കൊല്ലണതിന് മുമ്പ് അവൾ പറഞ്ഞു, എനിക്ക് ഈശോയുടെ കുരിശ് കാണണം, കുരിശ് രൂപം എനിക്ക് കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പെട്ടെന്ന് പള്ളിയിൽ പോയിട്ട് കുരിശ് രൂപം എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോഴേക്ക് അടുത്ത് നിന്നിരുന്ന ഒരു പുരോഹിതൻ പറഞ്ഞു, അടുത്ത് നിന്ന് അവരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നവർ പറഞ്ഞു, ആ കുരിശ് വരുമ്പോഴേക്കും നിനക്ക് ഞാനൊരു കുരിശ് തരാമെന്ന് പറഞ്ഞിട്ട് ഇവളെ കത്തിക്കാൻ വേണ്ടി അവിടെ വെച്ചിരുന്ന വിറകിൽ നിന്ന് തന്നെ 2 വിറക് ക്രോസ് ചെയ്ത് ഒരു കുരിശാക്കിയിട്ട് അവളുടെ കയ്യിൽ കൊടുത്തു. ആ കുരിശ് അവൾ വേഗം പിടിച്ചിട്ട് തൻ്റെ ശരീരത്തോട് ചേർത്ത്, തൻ്റെ വസ്ത്രത്തോട് ചേർത്ത് ആ കുരിശിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് വീണ്ടും അവൾ പറഞ്ഞു, എനിക്ക് ദേവാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന കുരിശും കൂടി എനിക്ക് കാണണം. അപ്പം മുന്നിൽ ദേവാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന കുരിശ്, അപ്പുറത്ത് എതിരാളികൾ അവിടെ പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. ആ കുരിശിലേക്ക് നോക്കിയിട്ട് ജോവാൻ പറഞ്ഞു, എൻ്റെ ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നിൻ്റെ കുരിശിൽ നീ ഏറ്റ മുറിവാണ് ഈ രാജ്യത്തിന് വേണ്ടി മുറിവേൽക്കാനായിട്ട് എനിക്കും ശക്തി നൽകുന്നത്, അതുകൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ കുരിശിനെ നോക്കി അവളിങ്ങനെ നിന്നു. അങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ ശത്രുക്കൾ ഇവളെ ഇവിടെ നിന്ന് കത്തിക്കുകയാണ്. നിമിഷങ്ങൾക്കുള്ളിൽ തീ കൊടുത്ത് ഇവളെ കത്തിക്കുകയാണ്. ഇവള് അഗ്നിയിൽ അവളങ്ങനെ വെന്ത് മരിക്കുകയാണ്. ഉടൻ തന്നെ ശത്രുക്കൾ ഇവളുടെ ഭസ്മം എടുത്ത് അവിടെയുള്ള സെൻ നദിയിലേക്ക് ഒഴുക്കുകയാണ്. വിശുദ്ധ ജോൺ ഓഫ് ആർക്കിൻ്റെ ജീവിതം, ആ സാഹസിക ജീവിതത്തിലേക്ക് നമ്മളിപ്പോൾ എത്തി നോക്കുകയായിരുന്നു. നമുക്ക് മനസ്സിലായി ഒത്തിരിയേറെ സന്ദേശങ്ങൾ ഈ വിശുദ്ധ നമുക്ക് തരികയാണ്. ധീരതയോടെ നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം ഓരോ നിമിഷവും നമ്മോട് എന്താണ് ആവശ്യപ്പെടുന്നത്, അതെന്ത് ത്യാഗം ചെയ്തും വില കൊടുത്തും നമ്മൾ സ്വാർത്ഥതയില്ലാതെ ചെയ്യുവാനാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, കുടുംബത്തിൽ പല ഉത്തരവാദിത്തങ്ങളുള്ളവരാണ് ഓരോരുത്തരും. വിശുദ്ധ ജോവാൻ ഓഫ് ആർക്കിനെ പോലെ തൻ്റെ കുടുംബത്തിലോ തൻ്റെ സമൂഹത്തിലോ ദൈവം എന്താണോ പറയുന്നത് അത് ആ സമയത്ത് ധീരതയോടെ ചെയ്യുവാനുള്ള വലിയൊരു കൃപ ലഭിക്കട്ടെ. ദൈവത്തിൻ്റെ സന്ദേശം ലഭിച്ച് സന്തോഷത്തോടു കൂടെ മുന്നോട്ട് പോകാൻ, പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ എല്ലാ കുടുംബങ്ങളെയും എല്ലാ വ്യക്തികളെയും വിശുദ്ധ ജോവാൻ ഓഫ് ആർക്ക് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. നന്ദി.